ടാക്സ് കട്ട് ചെയ്യുന്നത് പറഞ്ഞൊരു ബുൾഷിറ്റാണ്. പിന്നെ ഈ ടാക്സ് എന്ന് പറഞ്ഞ് പോകുന്ന സാധനവും നമുക്ക് എല്ലാ വർഷവും ടാക്സ് ക്ലെയിം ചെയ്യാന്നുണ്ട്. നമുക്ക് ഇത്ര രൂപയെ കൂടുതൽ ഈ രാജ്യത്ത് സ്പെൻഡ് ചെയ്തിട്ടുണ്ടെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾക്ക് ഈ ടാക്സ് പിടിച്ച പൈസ അവർ തിരിച്ചു തരുന്നുണ്ട്. ടാക്സ് കട്ട് ചെയ്യുന്നതെന്ന് പറഞ്ഞൊരു ബുൾഷിറ്റാണ്. ബിക്കോസ് ടാക്സ് നമുക്ക് തിരിച്ചു തരുന്നുണ്ട്. മറ്റുള്ള കാര്യങ്ങളാണേലും മെഡിക്കൽ ഇൻഷുറൻസ് പിടിക്കുന്നത് നമുക്ക് സിക്കോ അല്ലെങ്കിൽ ബെനിഫിറ്റ്സ് എടുക്കാത്തത് നിങ്ങൾക്ക് റിട്ടേൺ തരുന്നുണ്ട്. ബെനിഫിറ്റ്സ് എടുക്കാത്തതെന്നല്ല, നമുക്ക് ടാക്സ് അവർ കട്ട് ചെയ്യുന്നത് നമുക്ക് റിട്ടേൺ തരുന്നുണ്ട്. മറ്റുള്ളതെല്ലാം ബെനിഫിറ്റ്സ് ആയിട്ട് നമുക്ക് തരുന്നുണ്ട്. ഇപ്പൊ പറഞ്ഞു അസുഖങ്ങൾ വരുമ്പോൾ ട്രീറ്റ് ചെയ്യണ്ടേ, അതിനിപ്പോ US പോലുള്ള രാജ്യങ്ങളാണ് എത്ര രൂപ വരും, ഇവിടെ ഫ്രീ ആണ്, ഹെൽത്ത് കെയർ ഫ്രീ ആണ്. അതുപോലെ തന്നെ സിക്ക് എടുത്താൽ വീട്ടിലിരിക്കണ്ടേ, അത് ഫ്രീ ആണ്. പെൻഷൻ കിട്ടും, അത് അവർ തന്നെ പ്ലാൻ ചെയ്ത് തരുന്നുണ്ട്. പണി പോയി കഴിഞ്ഞാൽ ഇവർ തന്നെ സാലറി തരും. സോ ഇതെല്ലാം ഇതിൻ്റെ അകത്തു നിന്നാണ് പോകുന്നത്, അല്ലാതെ ടാക്സ് ആയിട്ട് കംപ്ലീറ്റ്ലി അല്ല കട്ട് ചെയ്യുന്നത്. ഈവൻ ടാക്സ് കട്ട് ചെയ്താൽ പോലും നമുക്ക് നാട്ടിലെ കാട്ടി സാലറിയും ബെനിഫിറ്റ്സും ജർമ്മനി കിട്ടുന്നുണ്ട്. ഒരു നാട്ടിലൊരു നഴ്സിന് കിട്ടുന്ന സാലറി മാക്സിമം എത്രയായിരിക്കും ഒന്ന് ഗസ് ചെയ്ത് പറയുമ്പോൾ ഒരു 30,000 അല്ലെങ്കിൽ 25 to 30. സോ ടാക്സും കട്ട് ചെയ്ത് നമ്മുടെ ലിവിങ് എക്സ്പെൻസും കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്ക് ഏറ്റവും മിനിമം ഒരു 1,000 euro എങ്കിലും സേവ് ചെയ്യാം. എന്ന് വെച്ചാൽ ലിവിങ് എക്സ്പെൻസ്, വാടക, നമ്മുടെ ഫുഡ്, റേഡിയോ ബില്ല്, നമ്മുടെ ട്രാൻസ്പോർട്ടേഷൻ എല്ലാം കഴിഞ്ഞിട്ട് ഒരു 1,000 euro എന്ന് പറഞ്ഞാൽ ഇന്നത്തെ റേറ്റ് വെച്ച് നോക്കുമ്പോൾ ഒരു യൂറോ എന്ന് പറഞ്ഞാൽ 100 രൂപ. എന്ന് വെച്ചാൽ 1,00,000 രൂപ നാട്ടിലൊരു നഴ്സ് സേവ് ചെയ്യുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എനിക്കറിഞ്ഞൂടാ അങ്ങനത്തെ നഴ്സുമാരുണ്ടോന്നേ.